ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബ് വീഡിയോ സോഷ്യൽ മീഡിയ സൈറ്റിലെല്ലാം ഷെയർ ചെയ്യുമ്പോൾ പലർക്കുമുള്ള ഡൗട്ടാണ്, ഇങ്ങനെ ഷെയർ ചെയ്താൽ നമ്മുടെ വ്യൂസ് എല്ലാം കുറയുമോ? അതെ, ശരിയായ രീതിയിലല്ല നമ്മൾ നമ്മുടെ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ വീഡിയോയുടെ വ്യൂസ് എല്ലാം നഷ്ടമാവുകയാണ് ചെയ്യുക. പലരും പറയാറുണ്ട് നമ്മുടെ വീഡിയോ സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്ത് പ്രൊമോട്ട് ചെയ്യണമെന്ന്. എന്നാൽ കുറേ പേർ പറയും സോഷ്യൽ മീഡിയ വഴി വീഡിയോ ഷെയർ ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ ഇതിൽ ഏതാണ് ശരി എന്ന് നോക്കാം. ഇത് രണ്ടും കറക്റ്റായ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നോക്കാം. നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ അതിൻ്റെ ലിങ്ക് നമ്മൾ സോഷ്യൽ മീഡിയ വഴിയൊന്നും ഷെയർ ചെയ്യാതിരിക്കുക. കാരണം വീഡിയോ അപ്ലോഡ് ചെയ്ത് നമ്മൾ അപ്പോൾ തന്നെ നമ്മുടെ ലിങ്ക് എല്ലാം ഷെയർ ചെയ്യുകയാണെങ്കിൽ ഈ ലിങ്കിൽ നിന്നും വരുന്ന വ്യൂസ് എല്ലാം എക്സ്റ്റേണൽ വ്യൂസ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ആകുന്നത്. ഇങ്ങനെ എക്സ്റ്റേണൽ സോഴ്സിലൂടെ നമുക്ക് വ്യൂസ് എല്ലാം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് അല്ലെങ്കിൽ നമുക്ക് കുറയുന്നത് യൂട്യൂബ് റെക്കമെൻഡേഷൻ വഴി നമുക്ക് ലഭിക്കുന്ന വ്യൂസ് ആണ്. നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ ചാനലിലേക്ക് ഓർഗാനിക്കായി അല്ലെങ്കിൽ യൂട്യൂബ് റെക്കമെൻഡേഷൻ വഴിയെല്ലാം ലഭിക്കുന്ന വ്യൂസിനാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ വീഡിയോസ് എല്ലാം സോഷ്യൽ മീഡിയ വഴി സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടനെ തന്നെ അല്ലാതെ, അതായത് ഒരു ദിവസമെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് നാച്ചുറൽ വ്യൂസ് അല്ലെങ്കിൽ യൂട്യൂബ് റെക്കമെൻഡേഷൻ വഴിയുള്ള വ്യൂസ് എല്ലാം ലഭിച്ചതിനു ശേഷം മാത്രം സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യാം. ഇങ്ങനെ ചെയ്യുക വഴിയുള്ള ഒരു പ്രയോജനം, നിങ്ങൾക്ക് നാച്ചുറൽ വ്യൂസ് ഒന്നും നഷ്ടമാവുകയില്ല. അതുപോലെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിൽ നിന്നുള്ള വ്യൂസ് എല്ലാം നേടിയെടുക്കാനും സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വീഡിയോ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിലൂടെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം.